ആ നിങ്ങൾ ഈ കാണുന്നത് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് ബട്ടർഫ്ലൈ ബുഷ് എന്നാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സൊക്കെ 4 to 12 ഇഞ്ച് നീളം വരെ വരും. 4 മുതൽ 12 ഇഞ്ച് വരെ നീളം വരും. പിന്നെ കളേഴ്സ് ബ്ലൂ, പിങ്ക്, വൈറ്റ്, യെല്ലോ, ഡീപ്പ് ഡാർക്ക് പർപ്പിൾ ആ കളറൊക്കെ വരാറുണ്ട്. പിന്നെ ലോങ് ബ്ലൂം സീസണാണ്. സമ്മർ തൊട്ട് ഫസ്റ്റ് സ്നോ വരെയൊക്കെ ബ്ലൂം ചെയ്യുന്നതാണ് പറയണത്. പിന്നെ ഫ്രേഗ്രൻസ് ഹണി ലൈക്ക് സെൻ്റാണ്. ഓൺ വാം സൺഡി ഡേയ്സിൽ ഹണി ലൈക്ക് സെൻറ്റ് കിട്ടുമെന്നാണ് പറയണത്. പിന്നെ ഇതിന് 6 to 10 feet ടോൾ ആൻഡ് വൈഡായിട്ട് വളരുമെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ഫോളിയേജ്. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മിനിമം 6+ hours ഓഫ് സൺലൈറ്റ്, 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടണം, എന്നാലേ നന്നായിട്ട് പൂവുണ്ടാവുള്ളൂ. പിന്നെ വെൽ ഡ്രെയിനിങ് സോയിൽ വേണം. വെൽ ഡ്രെയിനിങ് സോയിൽ എന്ന് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകണം. വെള്ളം കെട്ടിക്കിടക്കരുത്. കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ പ്ലാന്റ് റോട്ടൺ ആയി പോകും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡ്രൗട്ട് ടോളറൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ചെറിയ വരൾച്ചയൊക്കെ അതിജീവിക്കും. പിന്നെ ഇത് പോളിനേറ്ററാണ്. അപ്പോൾ അറിയില്ല, അട്രാക്ട്സ് ബട്ടർഫ്ലൈ ആൻഡ് വൈൽഡ് ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബട്ടർഫ്ലൈനെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യും, പ്രത്യേകിച്ച് മൊണാർക്ക് ബട്ടർഫ്ലൈനൊക്കെ. അതുകൊണ്ടാണ് ഇത് ബട്ടർഫ്ലൈ ബുഷ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇത് ലോ മെയിൻ്റനൻസ് ആണ്. ലോ മെയിൻ്റനൻസ് ആണ്. അധികം വലിയ കെയർ ഒന്നും കൊടുക്കണ്ട. പിന്നെ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്താണ്ട് ഒരു ബുട്ട്ലേജ എന്ന് അങ്ങനെ തൊട്ട് പേരാണ്. പിന്നെ ഇതിൻ്റെ എക്സ്ട്രാക്ട്സിന് UV പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമെന്നാണ് പറയണത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ലിങ്കൊക്കെ ഇട്ടേക്കാം. പിന്നെ ഇതിൻ്റെ ലീഫ് പോൾട്ടിസ് എന്ന് പറഞ്ഞാൽ കഷായമല്ല, ഇല ഇടിച്ച് ചതച്ചത് ഈ വൂണ്ട് ഹീലിങ്ങിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ആൻറ്റി ബാക്ടീരിയൽ നേച്ചർ. പിന്നെ പറയാനുള്ളത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി മൈക്രോബിയൽ ആണ്. പിന്നെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ ഈ ഐ ഹെൽത്തിനും ഉപയോഗിക്കുന്നുണ്ട് ഇത്. പിന്നെ കുറച്ച് ഡീറ്റെയിൽസും ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചു നേരം കൂടി കാണിക്കാം.